ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. ഷൈനിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി പോലീസ് തയ്യാറാക്കി. ഷൈനിന്റെ ഫോൺ കോൾ വിവരങ്ങളും CCTV രേഖകളും ശേഖരിച്ചിട്ടുമുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമനും ഷൈൻ ടോം ചാക്കോയുടെ വീടിന് സമീപത്ത് നിന്ന് ലിഷോയും നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ശ്യാമിലേക്ക് പോകാം. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോൾ പോലീസുകാരുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എപ്പോഴത്തേക്ക് 3 മണിക്കോടുകൂടി തന്നെ എത്തുമെന്ന് ഈ പോലീസിന് വിശ്വാസമുണ്ടോ? ഒപ്പം ഈ ചോദ്യാവലി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ അറിയാനാണ് പോലീസിന്റെ ശ്രമം? മോത്തി, അതായത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഷൈൻ എത്തിച്ചേരും എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത്. പോലീസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. ഇന്നലെ അച്ഛൻ പറഞ്ഞത് വൈകിട്ട് 3 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതാണെങ്കിലും പോലീസ് കൊടുത്തിരിക്കുന്ന നോട്ടീസ് പ്രകാരം രാവിലെ 10 മണിക്ക് എത്തിച്ചേരണമെന്നാണ്. ഏകദേശം 10:30 ഷൈൻ ടോം എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഷൈൻ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വിളിപ്പിച്ചിരിക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്താൻ എത്തിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘത്തെ മറഞ്ഞുകൊണ്ട് എന്തിന് ഓടിപ്പോയി എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയതും മറ്റ് പരിശോധനകളും മറ്റുമൊക്കെ നടത്തിയതും. ഈ ഘട്ടത്തിൽ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനെ ഭയന്ന് ഓടി ഒളിച്ചത്? ഇതാണ് പോലീസിനെ കൃത്യമായിട്ടും അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഷൈൻ്റെ മുറിയിൽ നിന്ന് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് നിലവിൽ കേസുകളൊന്നും തന്നെ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പലരിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ പോലീസിനെ കണ്ട് ഭയന്നോടി, ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഭയന്നോടുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്നാണല്ലോ പറയുന്നത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ പറയുകയാണ്, എനിക്ക് അവിടെ നിന്നപ്പോൾ അപ്പോൾ ഓടാനാണ് തോന്നിയത്, ഞാൻ ഓടി, അതാരെയും കണ്ടിട്ടല്ല, ഭയന്നിട്ടല്ല, എൻ്റെ തോന്നലിൽ ഞാൻ അത് ചെയ്തു. ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്കൊന്ന് ഓടാൻ അവസരമില്ലേ, അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ പെടുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതിൽ എന്താണ് പോലീസ് പിന്നെ തുടർന്ന് അന്വേഷിക്കുക എന്നതാണ്. മോത്തി പറഞ്ഞത് കാര്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പോലീസ് സംഘം പോലെ ഒരു സംഘം അവിടെ എത്തി ഒരു ആൾ റൂം എടുത്തിരിക്കുമ്പോൾ ആ മുറിയിൽ പരിശോധനയ്ക്കായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ എന്തിന് പോലീസിനെ ഭയം നോടി എന്നത് സംബന്ധിച്ച് പോലീസിന് ആരായേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ. അതുകൂടാതെ തന്നെ അദ്ദേഹം മുൻപും ഇത്തരത്തിൽ ലഹരി കേസിലടക്കം പ്രതിയായ ഒരാൾ കൂടിയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുമായി നടത്തിയ ആളുകൾ അവിടെ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിരിക്കും പോലീസ് വന്നത്. ഒരുപക്ഷെ അയാളുടെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഒന്നും തന്നെ കിട്ടുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഈ ഷൈൻ ടോം ചാക്കോ ആ മുറിയിൽ തന്നെ തുടരുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോലീസ് പരിശോധന നടത്തി പോകുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന രീതിയിൽ പോലീസിനെ ഭയന്ന് ഇയാൾ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അത് എന്തിന് എന്ന് അറിയേണ്ടത്, അതാണ് പ്രധാനമായിട്ടും പോലീസ് നോക്കുന്നത്. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് മുൻപും ഈ ലഹരി ഉപയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ആളാണ് ഷൈൻ ടോം ചാക്കോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളുടെ കഴിഞ്ഞ കുറച്ച് നാളത്തെ കൊച്ചിയിലെ ഈ താമസിച്ച ഇടങ്ങളിലെയും മറ്റുമൊക്കെ CCTV ദൃശ്യങ്ങൾ, ഇയാളെ ആരെല്ലാം അവിടെ കാണാൻ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പട്ടിക പോലെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഇയാളുടെ കഴിഞ്ഞ 1 മാസ കാലയളവിലെ ഫോൺ രേഖകളടക്കവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും പോലീസ് നടത്തുക. എന്തായാലും ഈ ഒരു ചോദ്യം മാത്രമായി എന്തിനു ഓടി ഒളിച്ചു എന്നത് മാത്രമാകില്ല ഇനി പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപക്ഷെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകളായിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഷൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴാണ് എത്തുക, തുടർന്ന് എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് എന്നത് നമുക്ക് നോക്കാം.